गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्मं तस्मै श्री गुरवे नमः। हरि ओम। അഭിവന്ദ്യ അവധൂത് ഗുരുവിനും പ്രിയ സാധകർക്കും ഗുരുദാസിനെ ശ്രവിക്കുന്ന എല്ലാ സ്വമനസ്സുകൾക്കും ഗുരുദാസിൻ്റെ ആത്മപ്രണാമം. സാധന വീതിയിലൂടെ ചരിക്കുന്ന ഒരു സാധകൻ അവൻ പോകേണ്ട വഴിയെക്കുറിച്ച് എപ്പോഴും സംശയാലുവായിരിക്കും. ഞാൻ പോകുന്ന വഴി ശരിയാണോ, ഇതാണോ എൻ്റെ വഴി, അല്ലെങ്കിൽ മറ്റേ വഴിയല്ലേ, ഇങ്ങനെ പല സംശയങ്ങൾ അനുദിനം അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കും. അപ്പോൾ ഒരു സാധകൻ തൻ്റെ സാധകത്വത്തെ സാക്ഷാത്കരിക്കാൻ പല മാർഗങ്ങൾ നോക്കും. പല മാർഗങ്ങളും പരാജയപ്പെടും. പല മാർഗങ്ങൾക്കും യാതൊരു വിധമായ സാർത്ഥകത്വവും ഇല്ല എന്ന് ബോധ്യപ്പെടും. ഇതായിരുന്നില്ല എൻ്റെ വഴി എന്ന് ബോധ്യപ്പെടും. ഇങ്ങനെ ബോധ്യപ്പെടലുകൾ മാറി മാറി വരുന്നതോടുകൂടി ആ സാധകൻ്റെ ഈ ജന്മം ഏതാണ്ട് അവസാനത്തോട് എത്തുകയും ചെയ്യും. അതിൽ നിന്ന് സാധകന് മോചനം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാധകനൊരു ഗുരു വേണം. നിസ്വാർത്ഥമായി ആ സാധകൻ തൻ്റെ തിരച്ചിൽ ഉള്ളിലേക്ക് ആരംഭിച്ചാൽ അവനെ തേടി അവൻ്റെ ഗുരു അവൻ്റെ മുമ്പിലെത്തും. പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഗുരു തുപ്പുന്ന കഞ്ഞിയും യാതൊരു വിധമായ അഹംബോധവുമില്ലാതെ, യാതൊരു വിധവുമായ സംശയവുമില്ലാതെ ഇത് തനിക്ക് ലഭിച്ച പ്രസാദമാണ് എന്ന മനസ്ഥിതിയോടുകൂടി, ഈ പ്രസാദം തനിക്ക് ലഭിച്ചത് തൻ്റെ ജന്മജന്മാന്തരമായി കിട്ടിയ തൻ്റെ കർമ്മപുണ്യങ്ങളുടെ ഫലമാണ് എന്ന് ധരിച്ച് ഒരു തുള്ളി പോലും താഴെ വീഴാതെ, അതിലെ ഒരു വറ്റുപോലും കളയാതെ പൂർണ്ണമായി ആഗീരണം ചെയ്യാൻ അവൻ തയ്യാറാകണം എന്നുള്ളതാണ്. ആ പ്രസാദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ പ്രസാദത്തിൽ ഓരോ വറ്റുകളും അവന് കൊടുക്കുന്ന ഓരോ പാഥേയങ്ങളാണ്. ആ പാഥേയങ്ങൾ പൂർണ്ണമായി അവൻ്റെ ഉള്ളിലേക്കെടുക്കാൻ അവനെ സഹായിക്കുന്നതാണ് അതിലെ ജലാംശങ്ങളെല്ലാം. അങ്ങനെ പൂർണ്ണമായി അവൻ അതിനെ ഉള്ളിലേക്കെടുത്താൽ, പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ, താന്ത്രികാചാര്യന്മാർ പരാജയപ്പെട്ട ശിവത്വത്തിൻ്റെ സ്ഥാപനം ആ സാധകനെ കൊണ്ട് ഈ ലോകത്തിൽ സാധ്യമാണ്. അങ്ങനെ സാധ്യമാക്കുമ്പോൾ ഈ ലോകം നമ്മളെ വീക്ഷിക്കുന്ന രീതി പലതാകാം. നാറാണത്ത് ഭദ്രൻ അതുവരെ നിലവിലുണ്ടായിരുന്ന സകല വ്യവസ്ഥിതികളെയും തരിപ്പണമാക്കിയാണ് തൻ്റെ ജിഹ്വയിൽ നിന്നും ആ താമ്പൂലം ബഹിർഗമിച്ച് ആ പീഠത്തിലേക്ക് വമിപ്പിച്ചത്. ഇരിക്കടാ ശിവനെ എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചപ്പോൾ ഒരു സംശയവുമില്ലാതെ മഹാദേവൻ അവിടെ ഉപവിഷ്ടനായി. നോക്കി നിന്നവർ അയ്യേ എന്ന് പറഞ്ഞവർ ഒരുപാടുണ്ടാകാം. കുളിക്കാതെ നനയ്ക്കാതെ ശുചിത്വമില്ലാതെ സ്നാനങ്ങൾ ചെയ്യാതെ
നിത്യകർമ്മങ്ങൾ ചെയ്യാതെ നടക്കുന്ന ഈ ഭ്രാന്തൻ്റെ തുപ്പലിൽ മഹാദേവൻ ഇരുന്നതെങ്ങനെയെന്ന് നെറ്റിച്ചുളിച്ചവർ ഒരുപാടുണ്ടാകാം. എന്നാൽ ആ കാഴ്ച കാണാൻ തനിക്ക് പുണ്യമുണ്ടായിരുന്നു, തനിക്ക് മഹത്വമുണ്ടായിരുന്നു എന്ന് ദർശിക്കുന്നവൻ ഒരു ഗുരുപ്രാപ്യനായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവൻ്റെ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമായിരിക്കും. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു കാഴ്ചപ്പാടായിരിക്കാം അവൻ. അപ്പോൾ അവൻ പറയും, ഈ മഹാഗുരു തൻ്റെ ജന്മജന്മാന്തരങ്ങളായി തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ച തൻ്റെ തപമാണ്, തൻ്റെ ഉള്ളിലെ രക്തമായി ഇവിടെ ബഹിർഗമിച്ചത്. അതുകൊണ്ടാണ് ആ മഹാശിവത്വം അവിടെ ഇരുന്നത് എന്നവൻ മനസ്സിലാക്കും. ആ സമൂഹവും ഈ സാധകനും തമ്മിലുള്ള വീക്ഷണത്തിൻ്റെ വ്യത്യാസമാണ് ഒരു സാധകനെ എങ്ങനെയാണോ ഒരു കരിവീരൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ മതഭേദങ്ങളെല്ലാം മാറി നിൽക്കുന്നത്, അതേപോലെ അവൻ്റെ ചിന്താഗതികളിലും ആ അദ്വിതീയത്വം നിറയ്ക്കുവാൻ അവന് കഴിയും. ഇത് കഴിയുന്നത് അവൻ്റെ ഗുരുവിനോടുള്ള പരമമായ സമർപ്പണമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ് എന്നത് ഓർത്തിരുന്നാൽ മീരാഭായി, ഭക്ത മീര നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. മീരാ ഭജൻ കേൾക്കുമ്പോൾ മീരയുടെ ജീവിതത്തെ കൂടി നമ്മൾ ഒന്ന് എക്സ്റ്റേണലായിട്ട് ഉപരിതലത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീബുദ്ധൻ ഈ ലോകത്തിലെ ദുഃഖങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വിട്ട് സത്യം അന്വേഷിച്ചിറങ്ങി തിരിച്ചു എങ്കിൽ ഭക്തമീര തൻ്റെ കൊട്ടാരത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലെ ഓരോ തിക്താനുഭവത്തിലേക്കും, തൻ്റെ കൊട്ടാരം മാറി തൻ്റെ ഗ്രഹമായ ഭർത്തൃഗ്രഹത്തിലേക്കെത്തി അവിടുത്തെ ഓരോ പീഡനങ്ങൾ സഹിക്കുമ്പോഴും ഈ സത്യത്തെ അവിടേക്ക് ആവാഹിച്ച് സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഭക്തമീര തൻ്റെ ജീവിതത്തിലുടനീളം ആ ലക്ഷ്യത്തിലൂടെ ചരിച്ചപ്പോഴാണ് ഒരു ദിവസം സൂർദാസ്ജിയെ കാണാൻ കഴിഞ്ഞത്. സൂർദാസിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷം വൃന്ദാവനത്തിലേക്ക് എത്തുക എന്ന മഹാസന്ദേശം ഭക്തമീരയ്ക്ക്, മീരാഭായിക്ക് ലഭിച്ചത് തൻ്റെ കൊട്ടാരത്തിലിരുന്ന് സുഖം അനുഭവിച്ചത് കൊണ്ടല്ല. ആ കൊട്ടാരത്തിലും ഗുരുക്കന്മാർ പറയുന്നത് പോലെ തൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണനാണ് തൻ്റെ ഭർത്താവെന്ന് സമർപ്പണം ചെയ്ത് എല്ലാ കർമ്മങ്ങളിലും ആ കണ്ണനെ ആവാഹിച്ചു വരുത്തി. ആ കണ്ണനാണ് സത്യമെന്നും ആ കണ്ണനാണ് തന്നെ രക്ഷിക്കുന്നതെന്നും ആ കണ്ണൻ്റെ രക്ഷയാണ് തൻ്റെ രക്ഷയെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭക്തമീരയ്ക്ക് ഭക്തമീരയായി മാറുവാൻ കഴിഞ്ഞത്. ഈ ഭക്തിഗീതത്തിലും ഇതുതന്നെയാണ് ഭക്തമീര ഭഗവാനോട് പറയുന്നത്. ഹൃദയം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഹൃദയശൂന്യരാകുന്നവരോടാണ് മീരയ്ക്ക് സംസാരിക്കുവാനുള്ളത്. മുമ്പിൽ മഹാഗുരു ഇരിക്കുമ്പോഴും ഇതാണോ എൻ്റെ ഗുരു എന്ന് സംശയിക്കുന്ന സംശയമാർഗിയായ സാധകനോടാണ് മീരയുടെ സംസാരം. കർണ ഫക്കീരി ഫിർ ക്യാ ദിൽഗിരി, ചെയ്യുന്നതെല്ലാം യാചകത്വമാണ്, പിന്നെ എന്ത് ഹൃദയമാണ് നിനക്കുള്ളത് എന്നാണ് മീരയുടെ ചോദ്യം. ഒരു യാചകൻ അവൻ എപ്പോഴും യാചനയിൽ തൽപരനായിരിക്കും. തനിക്ക് കിട്ടുന്നതിലൊന്നും തൃപ്തനാകാതെ, ആരെയെങ്കിലും നമ്മൾ ഇതുവരെ കേട്ട് കാണില്ല തൻ്റെ ഈ യാചന എന്ന് പറയുന്ന ജോലി നിർത്തിയിട്ട് ഞാൻ സമാധാനത്തോടെ അല്ലെങ്കിൽ സംതൃപ്തനായി എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തോർത്തു വിരിച്ചിട്ട് തെരുവോരങ്ങളിലിരിക്കുന്ന യാചകനെയാണ്. അതല്ല ശരിക്കുള്ള യാചന. എന്തിനെയാണോ തനിക്ക് വേണ്ടത് അത് തനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിനുവേണ്ടി തനിക്ക് ഉള്ളത്
തൻ്റേതാണെന്ന ഭാവത്തോടുകൂടി സമർപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യുപകാരം കാക്ഷിക്കുന്നവനാണ് ശരിക്കുമുള്ള യാചകൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിലും ഈ യാചനയുണ്ട്, യാചകനുണ്ട്. നമ്മുടെ ഉള്ളിൽ ഹൃദയമുണ്ടെങ്കിലും നമ്മൾ ഹൃദയശൂന്യരാണ് എന്നർത്ഥം. എങ്ങനെയാണ് ആ ഹൃദയശൂന്യത്വം നമ്മളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇന്നത് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ യാചകനാകുന്നു. അതല്ല, ഇതാണെൻ്റെ ഹൃദയം, ഇതാണെൻ്റെ പ്രണയം, ഇതങ്ങേക്കുള്ളതാണ് എന്ന സമർപ്പണം ചെയ്യുമ്പോൾ അവൻ സാധകനാകും, മീരയായി മാറും, അല്ലെങ്കിൽ സൂർദാസ്ജിയായി മാറും, അങ്ങനെയുള്ളവരായി മാറും. ഇവിടെ ഭഗവാനോട് മീരയുടെ ചോദ്യവും അതാണ്. ഞാൻ എൻ്റെ യാചന തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പിന്നെ ഈ ഹൃദയം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? കർണ ഫക്കീരി ഫിർ ക്യാ ദിൽ ഗിരെ, കർണ ഫക്കീരി ഫിൽ ക്യാ ദിൽ ഗിരെ, സദാ മകൻ മേം രഹ്ന ജേ. എനിക്കിത് ആവശ്യങ്ങളുണ്ട്, ഞാനത് ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, പലതലത്തിൽ ഞാനതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ഇതല്ല എനിക്ക് വേണ്ടുന്നത്, എങ്കിലും ഞാൻ എപ്പോഴും സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. മൂന്ന് വ്യത്യസ്തതയാണ്, വ്യത്യസ്ത തലമാണ്. ഒരിക്കലും അതൊന്നു ചേർന്ന് ഒരു സന്തോഷം, സന്താപമില്ലാത്ത ആനന്ദം ലഭിക്കില്ല എന്നറിയുമ്പോഴും ആ ആനന്ദത്തിൽ മുഴുകുവാൻ ആഗ്രഹിക്കുന്ന ഭക്തമീരയുടെ വിലപിക്കുന്ന ഭക്തയുടെ ഗീതമാണ്, അല്ലെങ്കിൽ സമർപ്പണം ചെയ്ത് വ്യത്യാസമില്ലാതെ വരുന്ന ഭക്തനും ദേവനും തമ്മിലുള്ള സാക്ഷാത്കാരമാണ് ഈ കവിത. ഞാൻ എല്ലായ്പ്പോഴും സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. സദാ മകൻ മേം രഹ്നാജേ. പക്ഷേ ഞാൻ ചെയ്യുന്നതോ കർണ ഫക്കീരി, പിന്നെ ക്യാ ദിൽ ഗിരെ. കോയി ദിൻ ഗാഡീന. ചില ദിവസങ്ങളിൽ ഞാൻ ആർഭാടത്തിൽ മുഴുകും. ആർഭാടത്തിൽ മുഴുകുമെന്ന് പറഞ്ഞാൽ, അന്നുണ്ടായിരുന്ന കുതിരവണ്ടിയിൽ ഞാൻ പോകും. അതേപോലെ ആഡംബരങ്ങളിൽ ഞാൻ മുഴുകുമെന്നാണ്. ആ ആഡംബരങ്ങളിൽ ഭഗവാനെ ഞാൻ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. ചില ദിവസങ്ങളിൽ ഞാൻ ആഡംബരം അതിൻ്റെ അങ്ങേയറ്റം, നമുക്കറിയാം, അങ്ങ് വടക്കേ ഇന്ത്യയിലോട്ട് ചെന്നാൽ ഭഗവാന്റെ പ്രതിഷ്ഠകളിലെല്ലാം അലങ്കാരങ്ങൾ അതിൻ്റെ അങ്ങേയറ്റം എത്തിച്ചിട്ടായിരിക്കും. പ്രത്യേകിച്ചും രാധാകൃഷ്ണന്മാരിലും അങ്ങനെയുള്ള ഓരോ മൂർത്തികളിലും തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ആ മൂർത്തിയെ വ്യത്യസ്തനാക്കി അതിലൂടെ ലഭിക്കുന്ന സമർപ്പണമാണ് തൻ്റെ സാക്ഷാത്കാരം എന്ന് വിശ്വസിച്ചാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ഈ ആഡംബരം തൻ്റെ ജീവിതത്തിലും തൻ്റെ കണ്ണനെ സേവിക്കുന്നതിലും ഒരുപോലെ ഞാൻ കാണിക്കുന്നു. കോയിദിൻ ബംഗല. ചിലപ്പോൾ ഞാൻ ഭാഷണ തൽപരയാകുമെന്നാണ്. ഭാഷണ തൽപര പല രീതിയിലുണ്ട്. നമ്മൾ വളരെ സൂക്ഷ്മമായി നമ്മൾ ചെയ്യുന്ന ഭാഷണത്തെ നമ്മൾ തന്നെ നോക്കിക്കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഞാനില്ലെങ്കിൽ ഭാഷണം നിലയ്ക്കും. ഞാൻ ചെയ്തു, ഞാൻ വന്നു, ഞാൻ പോയി, ഇതാണ് നമ്മുടെ ഭാഷണത്തിൻ്റെ രത്നച്ചുരുക്കം. ആ ഭാഷണം ഇവിടെ, ആ ഭാഷ എന്താണോ തൻ്റേതായ ഗ്രാമഭാഷയിൽ ചെയ്യുമ്പോൾ അതിനാക്കം കൂടും. അപ്പം തനിക്കറിയാവുന്ന ആഡംബരങ്ങൾ താൻ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ആർഭാടം കൂടുമെന്ന് പറയുന്നത് പോലെ, തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ താൻ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ആഡംബരത്വം, അതിൻ്റെ വിശാലത്വം അങ്ങേയറ്റമെത്തും. ചിലപ്പോൾ ഞാൻ അങ്ങനെയാണ്
ചെയ്യാറ്. മറ്റു ചിലപ്പോൾ കോയിദിൻ ജഗൽ ബാസ്നാനജി, ചിലപ്പോൾ ഞാൻ വനത്തിലേക്ക് പോകും. വനത്തിലേക്ക് പോയി എൻ്റെ നായാട്ട് തുടരുമെന്നാണ്. എന്തിനെയാണ് നായാടി പിടിക്കുന്നത്? നായാട്ടിലൂടെ എന്തിനെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ തനിക്ക് താല്പര്യമുള്ളതിനെ തേടിയാണ് ഈ നായാട്ട് നടക്കുന്നത്. ഒരു ഗുരുവിനെ തേടിയുള്ള യാത്രയും അങ്ങനെയാണ്. തൻ്റെ മനസ്സിന് തന്നെ സാക്ഷാത്കരിക്കുന്നതാരോ അവരെ തേടിയായിരിക്കാം നമ്മൾ യാത്ര ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ശങ്കരൻ അസംഖ്യം ഗുരുക്കന്മാരെ കണ്ടെത്തി. ഭാരതത്തിലുടനീളം അന്ന് ഇതുപോലെയുള്ള ഒരു വാഹന സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് ശങ്കരാചാര്യർ ഈ ലോകം മുഴുവൻ ചുറ്റി ഗുരുക്കന്മാരെ തേടി. അവസാനം ദേവിയെ മൂകാംബികയിൽ കുടിയിരുത്തേണ്ടി വന്നു ശങ്കരന്. ഈ ആശഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഗുരുക്കന്മാരെ തേടി ആ അനുഭവ പരമ്പരയുമായി ദേവിയെ പ്രസാദിപ്പിച്ച് ദേവിയെ തൻ്റെ കൂടെ കൂട്ടിയ ആളാണ് ശങ്കരൻ. ഒരേ ഒരു കണ്ടീഷനെ വ്യവസ്ഥയെ ദേവി വെച്ചുള്ളൂ, നീ സംശയിക്കരുത്, നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അഥവാ നീ അങ്ങനെ സംശയിച്ചാൽ എവിടെ വെച്ചാണോ നിൻ്റെ ഉള്ളിൽ ആ സംശയം ഉടലെടുക്കുന്നത് അവിടെയായിരിക്കും ഞാൻ ഉപവിഷ്ടയാകുക എന്നാണ് ദേവി വെച്ച കണ്ടീഷൻ. ദേവിക്ക് പോലും സംശയമുണ്ടായിരുന്നിരിക്കില്ല. കാരണം ഇവിടെ ദ്വൈതമില്ല, അദ്വൈതമേ ഉള്ളൂ എന്ന് അനുഭവിച്ചറിഞ്ഞ മഹാശങ്കരന് പോലും കാലം മാറി വന്നപ്പോൾ സംശയമുദിച്ചു. ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം അവസാനിച്ചു, ശബ്ദമില്ല. ആ അവസ്ഥയിൽ എന്തു സംഭവിച്ചു എന്ന സംശയം ശ്രീശങ്കരന് പോലും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സത്യം അവിടെ ഉറച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ തേടിപ്പോകുന്നത് എന്തിനെയാണോ ആ ലക്ഷ്യം തന്നെ നമുക്ക് സാർത്ഥകമാക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നുള്ളത് ഒരു ഗുരുവിൻ കീഴിൽ അഭ്യസിക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. അപ്പം ഞാൻ പല രീതിയിലുള്ള നായാട്ട് നടത്തിയെന്നാണ്. എൻ്റെ ലക്ഷ്യത്തെ കണ്ടെത്തുവാൻ ഞാൻ പല രീതിയിൽ നായാട്ടിന് പോയി. ഏകാന്തത്തിൽ പല രീതിയിൽ ഞാൻ എൻ്റെ തപം തുടർന്നു എന്നാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്, അങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ്. കോയിദിൻ ജംഗൽ ബാസ്നാനജി, എന്നാലും കർണ ഫക്കീരി ഫിർ ക്യാ ദിൽഗിരി. അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഇത് വേണം എന്ന യാചനയാണ്. പിന്നെ ഞാൻ ഈ ഹൃദയവും ചുമന്നുകൊണ്ട് നടന്നതുകൊണ്ട് എന്തു പ്രയോജനം എന്നാണ് സ്വയം ചോദിക്കുന്നത്. കോയിദിൻ ഹാത്തി ന, ചില ദിവസം ഞാൻ ആനപ്പുറത്ത് പോകും എന്നാണ്. നമുക്കറിയാം, ചില ദിവസം നമ്മൾ തുടങ്ങിയാൽ അന്ന് മുതൽ നമ്മൾ ആനയുടെ കൂട്ടായിരിക്കും. സംഭാഷണങ്ങളിലെല്ലാം നമ്മൾ സ്വയം നിറയ്ക്കും. നമ്മളറിയാതെ അത് മുഴുവൻ അങ്ങനെ ആയിപ്പോകും. അവസാനമായിരിക്കും നമുക്കിത് മനസ്സിലാകുന്ന, അയ്യോ ഗുരു പറഞ്ഞതിനെല്ലാം വ്യത്യസ്തമാണല്ലോ ഞാൻ ചെയ്തത് എന്ന ബോധം നമ്മളിലേക്ക് വരുന്നു. അതായത് പൊങ്ങച്ചം പറയുകയും താൻ എന്തൊക്കെയോ ചെയ്തു എന്ന് ധരിക്കുകയും ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ സാധകൻ കുറേ കാലം യാത്ര ചെയ്യും എന്നാണ്. എന്നിട്ടോ കോയിദിൻ ഗോഡ, ചില ദിവസങ്ങളിലോ വേഗത ഞാൻ കൂട്ടും. ഒരു 3000 പ്രാവശ്യം ജപിക്കാനാണ് പറഞ്ഞത്. നമ്മൾ അന്ന് 30,000 പ്രാവശ്യം ജപിക്കും. 30,000-ത്തിലും നമ്മൾ സംതൃപ്തരായിരിക്കില്ല. ഉറക്കളച്ച് 50,000 എത്തിക്കും. അപ്പോൾ സമയം രാവിലെ 3 മണിയാകും, ഉറങ്ങും, പിറ്റേ ദിവസം ജപമില്ല.
അപ്പം ഇവിടെ നായാട്ടിന് പോകുമ്പോൾ നായാട്ടിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലായ്മ, വേഗത്തിൽ ചെയ്തു തീർക്കാൻ ഇതെനിക്കെന്തോ കിട്ടാനുള്ളതാണ് എന്ന ധാരണയിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളുടെ കർമ്മഫലം നമ്മളെ ശോഷിപ്പിച്ച് കർമ്മത്തിൻ്റെ തുടർച്ച നമുക്ക് ലഭിക്കാതെ പോവുക, അതും സംഭവിക്കും ചില ദിവസങ്ങളിൽ എന്നാണ്. പിന്നീടോ കോയിദിൻ ഗോഡ കോയിദിൻ പൈതൽ ചൽനാജയ്, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗുരുവിനെ വിളിക്കും. നമ്മൾ പോകുന്ന വഴി നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ ചൊല്ലുന്നത് ചില ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ കഴിയില്ല, ചില ദിവസങ്ങളിൽ അമിതമായി പൂർത്തീകരിക്കുന്നു, ചില ദിവസങ്ങളിൽ ഇതൊന്നും അറിയാതെ നമ്മൾ പൊങ്ങച്ചത്തിൽ ഭവിച്ചു പോകും. അവസാനം ഇതെങ്ങും എത്തൂല, ആകെ കൺഫ്യൂഷൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു വിളി വിളിക്കും, ഗുരുവേ ഞാൻ എവിടെയാണ്? അപ്പോൾ ഗുരു നമ്മളോട് പറയും, നീ എവിടെയാണോ തുടങ്ങിയത് നിന്റെ യാത്ര ഇങ്ങനെയായിരുന്നു, ഒരു സ്റ്റെപ്പ് മുൻപോട്ടും 2 സ്റ്റെപ്പ് പിറകോട്ടും. അതുകൊണ്ട് എന്താണോ ഞാൻ പറഞ്ഞത് അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്ന ഉപദേശം വരുമ്പോൾ ഞാനിങ്ങ് താഴെ വരും. രാവിലെ നമ്മുടെ ഉള്ളിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ശരീരത്തെ ഒന്ന് ശരിയാക്കണം. അതിലുള്ളിലെ സൂക്ഷ്മ ശരീരത്തിന് കൊടുക്കേണ്ട ആഹാരമായ എൻ്റെ ജപം ഞാൻ തുടരണം. അത് തുടരണമെങ്കിൽ അതിനൊരു സംവിധാനമുണ്ടായിരിക്കണം എന്ന് ഗുരു തലേന്ന് പറഞ്ഞതിനെ നമ്മൾ ഉൾക്കൊള്ളും. ഉൾക്കൊണ്ടിട്ട് നമ്മൾ ആ 3000-ലേക്ക് വരും. അങ്ങനെ ആ പറഞ്ഞത് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകുമ്പോൾ ദിവസവും എങ്ങനെയാണോ ഒരു മോർണിംഗ് വാക്ക് ശീലമാക്കി മാറ്റുന്നത്, അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. ഒരു ദിവസം കൂട്ടുകാരെല്ലാം വന്നു, അന്ന് 6 കിലോമീറ്റർ നടക്കും. പിറ്റേന്ന് കൂട്ടുകാരെല്ലാം പോയി, അന്ന് ഉറങ്ങും 10 മണി വരെ. അങ്ങനെയുള്ള ചഞ്ചലത്വം നമ്മളിൽ നിന്നും മാറണമെങ്കിൽ ഗുരുവിൻ്റെ നിരന്തരമായ സമ്പർക്കത്തിലായിരിക്കണം ഒരു സാധകൻ. അങ്ങനെ സമ്പർക്കത്തിലായില്ല എങ്കിൽ ഇതേപോലെയുള്ള പല കാര്യങ്ങളും നമ്മളിൽ സംഭവിക്കും. നമ്മളിലെ സംവിധാനങ്ങൾക്ക് സ്ഥിരത്വമില്ലാതെയാകും. അങ്ങനെ ഒരു ദിവസം ഞാൻ പതുക്കെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ അങ്ങനെ നടന്നു പോകും എന്നാണ്. പിന്നോ കോയിദിൻ ഹാത്തീന കോയിദിൻ ഗോഡ കോയിദിൻ പൈതൽ ചൽനാജെ കോയിദിൻ ഖാജ. ചില ദിവസം മത്സരിച്ച് നമ്മൾ കഴിക്കും. മത്സരിച്ച് സാധകൻ കഴിക്കും. അനുഭവത്തിലൂടെയാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, കുളിക്കണം, എല്ലാം ചെയ്ത് മെഡിറ്റേഷനും ചെയ്ത് ആരതി ഒഴിഞ്ഞ് നമ്മൾ അടുത്ത പുസ്തക വായനയിലേക്ക് പോകണം. നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം നമ്മളിൽ നിന്ന് ആരോ പറയും, ഇത്രയും വേണോ, ശകലം കുറച്ചുകൂടെ, നീ ഉറക്കളയ്ക്കുന്നില്ലേ, ഇത് കഴിഞ്ഞു പോയി നിനക്ക് ജോലി ചെയ്യേണ്ടേ? ഇങ്ങനെയുള്ള പലവിധ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളുടെ ഈ സംവിധാനത്തെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും. അങ്ങനെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഗുരു നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്, ഏത് 44 കൂട്ടമുള്ള സദ്യക്ക് പോയാലും ആദ്യം വിളമ്പുന്നതേ മേടിക്കാവൂ. നമ്മളോട് ഗുരു പണ്ട് പറഞ്ഞതാണ്. ആദ്യം വിളമ്പുന്നത് കൊണ്ട് നമ്മൾ സംതൃപ്തരായിരിക്കണം എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ 44 കൂട്ടം വിളമ്പുമ്പോൾ 4 സൈസ് പ്രഥമൻ വരുമ്പോൾ അതിനോടുള്ള ചേരുവകൾ വരുമ്പോൾ നമ്മൾ ഓർക്കും, ഗുരു പറഞ്ഞതാണല്ലോ, ആദ്യം വിളമ്പുന്നതല്ലേ വാങ്ങാവൂ. എന്നാലും ഇന്നൊരു ദിവസത്തേക്ക് നമ്മളൊന്ന് ഫ്രീ ആകാം, ഗുരു ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞ് 44 കൂട്ടം 4 പ്രാവശ്യം വീതം നമ്മൾ മേടിക്കും. എന്നിട്ട് പോയി സാധനയ്ക്കിരിക്കും. ഒരു സംശയവുമില്ല, ഉറങ്ങി മറിഞ്ഞ് വീണ് നെറ്റി പൊട്ടുന്നതായിരിക്കും ബാക്കി ഫലം.
ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങ് കഴിക്കും, അതായത് നിയന്ത്രണമില്ലാതെ ഭോഗിയായി ഞാൻ മാറുമെന്നാണ്. എന്നാൽ ചില ദിവസങ്ങളിലോ കോയിദിൻ ലഡോ കോയിദിൻ ലഡു പോലെയുള്ള അല്ലെങ്കിൽ ബന്ന് പോലെയുള്ള ആഹാരം ഞാൻ അങ്ങ് കുറയ്ക്കും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ വിചാരിക്കും ഇന്നലെ വരെ കഴിച്ച രീതി വ്യത്യസ്തമാണ്, ഇന്ന് നമുക്ക് ഉപവാസം ചെയ്യാം. മാറ്റണ്ടേ? ഗുരു പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഉപവാസം ചെയ്യുന്നത് നല്ലതാണ്. ഇന്ന് ഉപവാസം ചെയ്യാം. അപ്പോൾ പലരും പല രീതി പറഞ്ഞു. ഗുരു വേറൊരു രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലേറ്റവും കഴിക്കാൻ കൊള്ളാവുന്ന മാർഗം ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഉപവാസം അനുഷ്ഠിക്കും. ഉപവാസം അനുഷ്ഠിക്കുമ്പോഴും പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മളുടെ ചിന്ത അടുക്കളയിൽ ആരെന്ത് കഴിക്കുന്നു എന്നുള്ളതായിരിക്കും. അന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മണവും കൂടി നമ്മുടെ അടുത്ത് കിട്ടിയാൽ കഥ മാറി. അപ്പം മീരാഭായി പറയുന്നു, ചില ദിവസങ്ങളിൽ ഞാൻ ആർഭാടങ്ങളിലേക്ക്, തീറ്റയുടെ ആർഭാടങ്ങളിലേക്ക്, ഭോഗങ്ങളുടെ ആർഭാടങ്ങളിലേക്ക് പോകും. അപ്പോൾ ആരോ എന്നോട് പറയും ഇത് പാടില്ല, അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ഉപവാസത്തിൻ്റെ ചില തലങ്ങളിലേക്ക്, എൻ്റെ ആഹാരങ്ങളിലേക്ക്, മിതത്വത്തിൻ്റെ തലങ്ങളിലേക്ക് ഞാൻ വരും. അങ്ങനെയാണെങ്കിലോ എന്നാലും കോയിദിൻ ഫക്കം ഫക്കാജി, ചില ദിവസം അതും ഇതും മാത്രം കഴിക്കും. ആദ്യം ആവശ്യം പോലെ കഴിച്ചു, പിന്നെ ഉപവാസം പോലെ കഴിച്ചു, പിന്നെ ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ ഒരു ന്യായം കൂടെ നമ്മൾ കണ്ടെത്തും. ഗുരു പറഞ്ഞിട്ടുണ്ട് ശരീരം ക്ഷീണിപ്പിക്കരുത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, ഇവിടെ വന്ന് ഗുരു പലരോടും പറയുന്നു നീ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ കഴിക്ക്, കുറേശ്ശെ കുറയ്ക്കണമെന്ന് ഗുരു ഉപദേശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം അന്നേരം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. നമ്മൾ അതിനു വേണ്ടി പതുക്കെ പതുക്കെ കുറച്ചതാകാം, കുറച്ചിതാകാം, കുറച്ച് ഉപവാസമാകാം, കുറച്ച് കൂടുതൽ ഭക്ഷണമാകാം. ചുരുക്കം പറഞ്ഞാൽ പിന്നെയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നാണ്. എന്താണ്? കർണ ഫക്കീരി ഫിർ ക്യാ ദിൽഗിരി. ഇനിയോ കോയിദിൻ ദോലിയ, ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങ് ആഘോഷിക്കുമെന്നാണ്. ഡ്രം പോലെയുള്ള വലിയ വലിയ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ അങ്ങ് ആഘോഷിക്കും. അതായത് ഇതിൻ്റെ അങ്ങേയറ്റം പല പുസ്തകങ്ങളും നമ്മൾ വായിച്ചിട്ട് ഒരു ഉപവാസം എങ്ങനെ ഘോരമായി നിലനിർത്താമോ അത്രമാത്രം നിലനിർത്താം. അതായത് ഉമിനീര് പോലും ഇറക്കത്തില്ല എന്നു. ചില ദിവസങ്ങളിൽ ഞാൻ തിരിച്ചു ചെയ്യും. കോയിദിൻ തലേ, അന്ന് നിയന്ത്രണങ്ങളുടെ മേളമായിരിക്കും. ഒരു ദിവസം നിയന്ത്രണമേ ഇല്ലാതെ പോയാൽ അടുത്ത ദിവസം നിയന്ത്രണങ്ങളുടെ ബഹളമായിരിക്കും. അതായത് ഉള്ളത് വെച്ച് അതേപോലെ ഞാൻ പോകൂ എന്ന് നമ്മൾ തീരുമാനിക്കും. ഇനിയോ കോയിദിൽ ബോയി ഫർ ലോട്ട്നാജി, ഇതെല്ലാം എൻ്റെ തോന്നലുകളായിരുന്നു എന്ന് വിശ്വസിച്ചിട്ട് ഒരു ദിവസം ഞാൻ എവിടെയായിരുന്നു അവിടേക്ക് തിരിച്ചു പോകും. ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകും. എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങിയത്, ഇതൊക്കെ എൻ്റെ തോന്നലുകളായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ചു പോകും. ഈ യാത്ര നമ്മൾ പഠിച്ചിരിക്കണം. ഗുരു എന്ത് പറയുന്നു? അറിഞ്ഞനുഭവിച്ചവൻ നമ്മളോട് പറയുന്നത് എന്താണോ അതുമാത്രം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുമാത്രം നമ്മൾ ചെയ്യണം. അത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ചെയ്യണം. ഇല്ലെങ്കിൽ മീര പറയുന്നത് പോലെ നമ്മൾ അതിനും ഇതിനും ഇടയിലായി പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജന്മത്തിൻ്റെ താളുകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് വേണ്ടി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് കൊണ്ട് മീരാഭായി ആ നീർസത്യത്തോട് ഇങ്ങനെ പറയുന്നു, അങ്ങ് വരണം ഹേ ഗിരിധർ നാഗർ, അങ്ങ് വരണം, അങ്ങ് വരണം, അങ്ങ് വന്ന്
എന്നെ നിയന്ത്രിക്കണം എന്നാണ്. എന്നിലെ എന്നെ കണ്ടെത്തുവാൻ അങ്ങ് സഹായിക്കണം. അങ്ങനെ അങ്ങ് സഹായിച്ചാൽ മാത്രമേ ഈ മിറേജിൽ നിന്ന്, ഈ മായാപ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടുവാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങയുടെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് മീരാഭായി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം, അറിഞ്ഞനുഭവിച്ചവൻ വെട്ടിയിടുന്ന വഴി, അതിലൂടെ കടന്നുപോയി അതിൻ്റെ സാർത്ഥകത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ, ആ വഴി പൂർണ്ണമായി എന്ന് പൂർണ്ണമാക്കിയവന് ബോധ്യപ്പെട്ടാൽ മാത്രമേ, അപ്പോഴും അവൻ്റെ നിർദ്ദേശാനുസരണം മാത്രമേ നമ്മൾ പുതിയ വഴികൾ വെട്ടിത്തുറക്കാവൂ. ആ വഴികളെക്കുറിച്ച് അറിഞ്ഞവൻ വീണ്ടും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു ഗുരുവിനെ മനസ്സാവരിക്കുന്നവൻ ആ ഗുരുവിൻ്റെ എല്ലാ വാക്കുകളും അതേ അർത്ഥത്തിൽ എടുത്തു പറയുന്നു, ചോദ്യം ചെയ്യാതെ. നമുക്കറിയാം, ചില സാധകരെ കൊണ്ട് ഗുരുവിന് ഇരിക്കപ്രതി ഉണ്ടാവില്ല. വലത്തോട്ട് തിരിഞ്ഞാൽ ചോദ്യം, ഇടത്തോട്ട് തിരിഞ്ഞാൽ ചോദ്യം, എന്നാൽ നേരെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അതിലും വലിയ ചോദ്യം. അങ്ങനെയല്ല, ഗുരുവും നമ്മളുമായി സംവദിക്കുമ്പോൾ, സത്സംഗം നടക്കുമ്പോൾ അവിടെ വീഴുന്നതെല്ലാം മുത്തുകളാണ്. ആ മുത്തുകളുടെ വില പറക്കാൻ, വിലയറിയാൻ, മൂല്യമറിയാൻ നമ്മൾ ശ്രമിച്ചാൽ ആ മുത്തുകൾ നമുക്ക് നഷ്ടപ്പെടും. അടുത്ത മുത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനെയും ഉൾക്കൊണ്ട് 100% നമ്മളിലേക്ക് ആ മുത്തുകൾ ഏറ്റെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കിട്ടിയതിൻ്റെ മൂല്യം, അതിൻ്റെ ശരിതെറ്റുകൾ അന്വേഷിച്ച് നമ്മൾ വഴിക്ക് പോയാൽ പെരുവഴി മാത്രമായിരിക്കും ഒരു സാധകനെ സംബന്ധിച്ച്. ഗുരുവിൻ്റെ ഓരോ വാക്കുകളും, ഗുരുവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും നിർദ്ദേശങ്ങളാണ്, അനുസരിക്കപ്പെടേണ്ടതാണ് എന്ന പൂർണ്ണബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളിലെ സംശയാലുവായ മനസ്സ് പൂർണ്ണമായി കീഴടങ്ങി നമ്മളിലെ സദ്വിചാരങ്ങൾ ഉണരും. ആ വിചാരത്തിലൂടെ ഗുരുപാദുകങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര സഫലീകൃതമാകും എന്നൊരിക്കൽ കൂടി ഉറപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തമീരയെ വൃന്ദാവനത്തിലേക്ക് വിളിച്ച ശൂർദാസിൻ്റെ സന്ദേശം നമ്മളെയും കാത്തിരിക്കുന്നു. ആ ദിവസത്തിനു വേണ്ടി വൃന്ദാവനത്തിൽ നമ്മൾ കണ്ട ഭക്തമീരയായി മാറുവാൻ എടുത്തു പറയുന്നു. ഗുരു പറയുന്നത് പോലെ കൃഷ്ണന് വെണ്ണ കൊടുക്കുന്ന ആളായി മാറി നിൽക്കുവാനല്ല, ആ വെണ്ണയായി കൃഷ്ണൻ്റെ തൃക്കൈകളിൽ അലിഞ്ഞു ചേരുവാനുള്ള സമർപ്പണം, അലിഞ്ഞു ചേരുവാനുള്ള യോഗ്യത ഓരോ സാധകനും ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബാബ പറഞ്ഞതുപോലെ 2 കണ്ണാടികൾ ചേർന്നാൽ ആ കണ്ണാടികളിലേക്ക്, ആ ദർപ്പണങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നവന് കാണാം സ്വർഗത്തിൻ്റെ വാതിൽ. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എല്ലാം ഒന്നാണ് എന്ന സത്യം, ഇത് മാത്രമേ ഇതിനുള്ളിലും ഉള്ളൂ, അതുതന്നെയാണ് ഇതിനുള്ളിലും ഉള്ളത് എന്ന പരമാർത്ഥം മനസ്സിലാക്കുവാൻ ആ സമർപ്പണമുണ്ടാകണം, ആ ജ്ഞാനമുണ്ടാകണം, ജ്ഞാനാഹങ്കാരം നിലയ്ക്കണം. അങ്ങനെയുള്ള സമർപ്പണം നമ്മുടെ ഓരോ സാധകരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഗുരുദാസിൻ്റെ ആത്മപ്രണാമം. ഹരി ഓം.